തുടരും, രണ്ടാം പാർട്ട് വരട്ടെ, ഈ പടം രണ്ടാം പാർട്ട് വരട്ടെ. ഈ പടം എൻ്റെ കണക്കൂട്ടൽ ഒരു 300 കോടി രൂപയെങ്കിലും വേൾഡ് വൈഡ് കളക്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല സിനിമ കേട്ടോ. ഈ കുടുംബമായിട്ട് ഇങ്ങനെ നിങ്ങൾ 99% പേർക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ എന്നുള്ള പറഞ്ഞുകൊണ്ട് ഇതിനിടയിൽ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞു പോയത്. അങ്ങനെ ഒരു ക്യൂട്ടി സിനിമയാണ്. അതായത് ഒരു പപ്പി ഫിലിം എന്ന് പറയുന്നത്. നമ്മളെ പറയില്ലേ ക്യൂട്ടി പപ്പി എന്നൊക്കെ നിങ്ങൾ വീട്ടിൽ പട്ടിയൊക്കെ വിളിക്കും പോലെയും, മീൻസ് എല്ലാവരും ക്യൂട്ട് ലവ്ലി എന്നൊക്കെ പറയും. ഇറ്റ്സ് ലവ്ലി ഫിലിമാണ്. അതുകൊണ്ട് എല്ലാവരും പ്രേക്ഷകർ തിയേറ്ററിൽ പോയി സിനിമ കാണണം കേട്ടോ, വേറെ എവിടെയും അല്ലാതെ പോകരുത്. അപ്പോൾ സിനിമയുടെ കഥയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, കഥ പറഞ്ഞു വന്ന രീതിയെക്കുറിച്ചാണ്. വീഡിയോ ലെങ്ത് ഉണ്ടാവും, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി. അങ്ങനെ ഒരു പപ്പി ആൻഡ് ക്യൂട്ടി ഫിലിമാണത്. എല്ലാവരും പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണണം. അതിൽ ഞാൻ പറയുന്നു നല്ല ഫിലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നന്നായിട്ട്, ഞങ്ങളെപ്പോലെ ഒരു ഈ പറയുന്ന അഭിപ്രായമല്ലല്ലോ നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് നല്ലതായിട്ടൊരു ഫാമിലി, പിന്നെ നിങ്ങളോട്ട് ഇമാജിനേഷൻ ചെയ്യണ ഒരു വല്ലാത്ത എന്താ പറയുക ഇമോഷണൽ ഉണ്ടാവുന്ന ലൈഫ്, ഇമോഷണൽ ഉണ്ടാവുന്ന ജീവിതം, നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത് 90% പേരും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇത് വല്ലാതെ അങ്ങ് ക്യൂട്ടാവും കേട്ടോ. ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് വരും, കണ്ണീരൊക്കെ വന്നു പോകും. അത് നിങ്ങൾക്ക് വരും, പക്ഷേ എനിക്കൊന്നും വരില്ല കേട്ടോ. നമ്മളൊരിക്കലും അങ്ങനെയുള്ള ആളല്ല ഞാൻ, നമ്മളൊക്കെ വേറെ ലോകത്താണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി കാണണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഡു നോട്ട് കമ്പയർ ടു ദ എമ്പുരാൻ ദിസ് മൂവി ഈസ് ദ ഫാമിലി entertainment crime story. Empuran is a different movie, that is international film. Do not compare. Again I ask for all audience, do not compare Empuran to Thudaram movie. Okay. അപ്പോൾ നെക്സ്റ്റ് ഇനി വളരെ വേഗം തീർക്കാം. ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ജാക്കി വിജോയ് കൊള്ളാം കേട്ടോ. ഇതിനകത്തുള്ളൊരു വിഷയം എന്തെന്നറിയാമോ? ഈ പടം കാട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. മീൻസ് ഈ കാടിൻ്റെ വൈഭവം കാണിച്ച് അതിനകത്തൊരു ക്രൈം പതുക്കെ ഉണ്ടെന്ന് പ്രേക്ഷകന് മനസ്സിലാവാത്ത രീതിയിൽ ആ സീൻ കൊണ്ടുപോയി അവിടെ മ്യൂസിക് ചെയ്ത്, പിന്നെ ഫാമിലി കാണിച്ച്, ഫാമിലിയിൽ നിന്ന് വീണ്ടും മെല്ലെ ക്രൈമിലോട്ട് കൊണ്ടുപോയി, വീണ്ടും ഫാമിലിയിലോട്ട് കൊണ്ടുവന്ന്, ഇതിനിടയിൽ ആവശ്യത്തിന് പാട്ട് സോങ് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. പിന്നെ ജാക്കി വിജോയ് നല്ല മ്യൂസിക് കേട്ടോ. ഈ സിനിമയ്ക്ക് ഇത് മതി, ഈ സിനിമയ്ക്ക് ഇത് ധാരാളം തന്നെയാണ്. നല്ല പാട്ടുകൾ, ആവശ്യത്തിന് മാത്രം പ്ലേ ബാക്ക് സ്കോറിങ്, പിന്നെ ഓരോ സീനും മാറുന്നതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ക്രൈം സ്റ്റോറി